എപ്പോഴും എന്നേക്കും ഈശോയിൽ ഏറ്റവും സ്നേഹബഹുമാനമുള്ള മോൺസിഞ്ഞോർ സെൽവരാജനച്ച, സ്നേഹബഹുമാനമുള്ള അനുരാജച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, അനുഗ്രഹീതമായ ഒരു സായാഹ്നം. ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇന്നത്തെ ആമുഖത്തിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കി. നാളെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു നാളെ തിരുനാളിൽ ഭാഗമാകുവാനായിട്ട്. ഇന്ന് സന്ധ്യാവന്ദന പ്രാർത്ഥന നടത്തി കൂടുതൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ഈ മഹത്തരമായ തിരുനാളിൻ്റെ ഭാഗമാവുകയാണ് നമ്മൾ. ഈ വിശുദ്ധനിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവം നന്ദി പറയാം. ഒരുക്കത്തോടുകൂടെ തന്നെ നാളെയുള്ള തിരുനാൾ ബലിയിൽ നമുക്ക് പങ്കുചേരുകയും ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് തിരുസ്വരൂപ പ്രദക്ഷിണത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഈ വിശുദ്ധം വഴി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ലഭിച്ച നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന് പ്രഘോഷകരായി നമ്മൾ നടന്നു നീങ്ങുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു പ്രഘോഷണമാണ്. ഈ വിശുദ്ധനിലൂടെ ഒത്തിരി നന്മകൾ ഞങ്ങൾ സ്വന്തമാക്കി ആ നന്മകൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഈ വിശുദ്ധൻ മാധ്യസ്ഥം വഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഭക്തിയോടെ നമുക്ക് പങ്കുചേരാം, ദൈവികമായ നന്മകൾ സ്വന്തമാക്കാം. ഈ സന്ധ്യാവന്ദന പ്രാർത്ഥനയിൽ ഭക്തിയോടെ നമുക്ക് പങ്കുചേരാം.
അങ്ങേ ഏറ്റുപറയും. എന്റെ സഹോദരനോട് അങ്ങേ നാമം വിവരിക്കും. കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേ ഏറ്റുപറയും. എന്റെ സഹോദരനോട് അങ്ങേ നാമം വിവരിക്കും.
എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങയെ ഏറ്റുപറയും. എന്റെ സഹോദരരോട് അങ്ങേ നാമം വിവരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞവ പ്രകാശത്തിൽ പറയും. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. നാഥന്റെ സന്നിധിയിൽ ഹൃദയം നിറയുന്ന ഗാനമോടെ കൃതജ്ഞത പ്രമേയം നാഥന്റെ മുൻപിൽ കരുണാർദ്ര സ്നേഹത്തെ നന്ദിയായി. നാഥന്റെ സന്നിധിയിൽ പോകാം. ഹൃദയം നിറയുന്ന ഗാനമോടെ കൃതജ്ഞത പ്രമേയം നാഥന്റെ മുൻപിൽ കരുണാർദ്ര സ്നേഹത്തെ നന്ദിയായി. നാഥന്റെ സന്നിധിയിൽ പോകാം. ോ
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് ഉയർമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവ് ശിക്ഷരയിക്കുകയും അവർ പട്ടണങ്ങളിൽ ഇപ്രകാരം അറിയിക്കുകയും ചെയ്തു: ദൈവരാജ്യം നിങ്ങളിൽ സമീപിച്ചിരിക്കുന്നു. കർത്താവ് ശിഷ്യരെ അയക്കുകയും അവർ പട്ടണങ്ങളിൽ ഇപ്രകാരം അറിയിക്കുകയും ചെയ്തു: ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. പരിപാലകൻ എല്ലാം ഉറങ്ങുന്നില്ല. നിന്റെ കൂടെയുള്ളപ്പോൾ എന്നെ നേരം ഭയന്നിടണം. ഒന്നും നീരെ കരഞ്ഞിടണം.
സ്നേഹം നിലനിൽക്കട്ടെ. ആതിഥ്യ മര്യാദ മറക്കരുത്. അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട്. തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നാലെന്ന പോലെ പെരുമാറുവിൻ. നിങ്ങൾക്കും ഒരു ശരീരമുള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവിൻ. എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അനുരാജിച്ച സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരരെ, തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഒരു യുവാവ് ഗുരുവിൻ്റെ സമീപത്ത് ചെന്നിട്ട് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുവാനുള്ള സൂത്രവാക്യമുണ്ടോ? ജീവിതം സന്തോഷത്തിലായിരിക്കാനുള്ള സൂത്രവാക്യമുണ്ടോ? ഗുരു ആ ശിഷ്യനോട് പറയുന്നു, ഉണ്ട്. ലൈഫ് ഓഫ് സിംപ്ലിസിറ്റി, ലാളിത്യപൂർണമായ ജീവിതം നിനക്ക് സന്തോഷം പ്രദാനം ചെയ്യും. ജീവിതത്തിൽ ലാളിത്യം കാത്തു സൂക്ഷിക്കാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതം ആനന്ദപൂർണമാകും, സന്തോഷപൂർണമാകും. നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. ജീവിതത്തിൽ ലാളിത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തനിക്കുള്ളതെല്ലാം ക്രിസ്തുവിനെ പ്രതി മാറ്റിവെച്ച, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി സമർപ്പിച്ച ഒരു വലിയ വിശുദ്ധൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ സന്തോഷവും സ്ഥാനമാനങ്ങളും തനിക്ക് ചുറ്റുമുണ്ടായിരിക്കുമ്പോഴും അതെല്ലാം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ച വലിയൊരു വിശുദ്ധൻ. ചരിത്രമൊക്കെ നമുക്കറിയാം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒറ്റ വാക്കാണ് ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വാക്ക്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് പ്രയോജനം? ഈ ഒറ്റ ദൈവവചനം ലാളിത്യ ജീവിതം കാക്ഷിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ ഈ വിശുദ്ധന് സാധിച്ചു എന്നതാണ്. തിരുപുറം ദൈവാലയത്തെ സംബന്ധിച്ച് ഈ ദിനങ്ങളൊക്കെ സന്തോഷപൂർണമായിരുന്നു, ആനന്ദപ്രദമായിരുന്നു, അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു.
അതിന് കാരണമായി നിൽക്കുന്നത് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാണ്. തമ്പുരാനിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, തമ്പുരാന്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യുത്തരം നൽകിയപ്പോ ഇന്ന് ഈ അൾത്താരയിൽ വണങ്ങുവാൻ, ഈ അൾത്താരയിൽ ഓർക്കുവാൻ, ഈ വിശുദ്ധന്റെ തിരുനാളിന് വേണ്ടി ഈ 10 ദിനങ്ങൾ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടും അഭിമാനപൂർണമായ നിമിഷം, ജീവിതത്തിൽ ലാളിത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ സ്നേഹത്തിന് വേണ്ടി തനിക്കുള്ള എല്ലാ സ്ഥാനമാനങ്ങളും പ്രൗഢിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിലയം പ്രാപിച്ച, ക്രിസ്തുവിനെ സ്നേഹിതനായി കരുതിയ, ക്രിസ്തുവിന്റെ കൈപിടിച്ചു നടക്കാൻ തയ്യാറായ ഒരു വലിയ വിശുദ്ധനെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുക, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ഈ വിശുദ്ധനിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും ആഗ്രഹിക്കുക. അപ്പോൾ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക എന്ന വലിയ ചിന്ത തന്നെയാണ് ഈ വിശുദ്ധൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, അതിന് വചനത്തെ മുറുകെ പിടിക്കുക എന്ന വലിയ ലക്ഷ്യം, ചിന്ത ഈ വിശുദ്ധൻ നമുക്ക് പകർന്നു തരുന്നുണ്ട്. 2 ചിന്തകൾ ഓർക്കുക. ഒന്ന്, ജീവിതത്തിൽ ലാളിത്യം കാത്തു സൂക്ഷിക്കുക. ഞാൻ ഒന്നുമല്ല, ദൈവത്തിന്റെ മുമ്പിൽ, തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, അവന്റെ ദാനമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ, എൻ്റെ സന്തോഷം, എൻ്റെ ഭവനം, എൻ്റെ സ്ഥാനമാനങ്ങൾ, എൻ്റെ ജോലി, എൻ്റെ വിദ്യാഭ്യാസം, അതൊക്കെ തമ്പുരാന്റെ ദാനമാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ജീവിതത്തിൽ ലാളിത്യം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷവും ലാളിത്യമെന്ന പുണ്യം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈ വിശുദ്ധൻ നമ്മെ ക്ഷണിക്കുകയാണ്. 2, വചനത്തിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുക. വചനം, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ വചനം എന്റെ ജീവിതത്തെ തുളയ്ക്കണം, എന്റെ ഹൃദയത്തെ ഭേദിക്കണം, എന്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയണം, അതുവഴി എന്റെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സാധിക്കണം, അവരെ സഹായിക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കണം. അതിന് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് സാധിച്ചു എന്നതാണ്. താൻ അനുഭവിച്ചറിഞ്ഞ, താൻ ജീവിച്ച വചനം തന്റെ ജീവിതമായി മാറി എന്നതാണ്. അതുകൊണ്ട് 2ാമത് ഈ ദിവസം നമ്മൾ ചിന്തിക്കുക, വചനത്തെ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ്. വചനത്തിൽ ആശ്രയിക്കുന്നവൻ വചനത്തെ മുറുകെ പിടിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 നമ്മൾ വായിക്കുന്നുണ്ട്, വചനത്തിൽ വിശ്വസിക്കുന്നവൻ, വചനത്തെ ആഗ്രഹിക്കുന്നവൻ, വചനത്തെ മുറുകെ പിടിക്കുന്നവൻ പാറപ്പുറത്ത് ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ജീവിതത്തിൽ വിവേകമുള്ളവരായി ജീവിക്കണം, അതിനനുസരിച്ച് നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വിവേകമുള്ളവരായി മാറണമെങ്കിൽ വചനം എന്റെ ജീവിതമായി മാറണമെന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വചനത്തിൽ വിശ്വസിക്കുന്നവൻ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെയായിരിക്കും, അവൻ വളരെ ഫലം പുറപ്പെടുവിക്കും. വചനം ജീവിതമായി മാറുമ്പോൾ ജീവിതത്തിൽ ഫലദായകമായി, ഫലമുള്ളവരായി നമ്മൾ മാറുമെന്നതാണ്. കുടുംബത്തിൽ ഫലമില്ലാത്തവരായി മാറിയിട്ട് കാര്യമില്ല. സമൂഹത്തിൽ നന്മ ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. ഒരപ്പൻ എന്ന നിലയിൽ,
ഒരു അമ്മ എന്ന നിലയിൽ കുടുംബത്തിൽ ഫലമായി മാറണം, അനുഗ്രഹമായി മാറണം. അപ്പോ മക്കൾക്ക് അനുഗ്രഹമായി മാതാപിതാക്കൾ മാറണം. അതുപോലെ മക്കൾ മാതാപിതാക്കൾക്കും അനുഗ്രഹമായി മാറണം. സമൂഹത്തിന്, സഭയ്ക്ക് അനുഗ്രഹമായി മാറണം. അതിന് തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് വചനത്തോട് ചേർന്ന് നിന്ന് വചനം ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും അനുഗ്രഹമായി, പ്രിയപ്പെട്ടവർക്ക് നന്മയായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫലദായകമായി മാറാം, വചനം ജീവിതമായി മാറാം. സങ്കീർത്തനം 1-ാം അധ്യായം അതിന്റെ 3-ൽ നമ്മൾ വായിക്കുന്നു, 3 മുതൽ വായിക്കുന്നുണ്ട്. വചനത്തിൽ വിശ്വസിക്കുന്നവൻ ആറ്റിനരികെ നടപ്പെട്ട വൃക്ഷം പോലെ തഴച്ചു വളരും. ജീവിതത്തിൽ പുഷ്ടിയോടുകൂടെ വളരേണ്ടവരാണ് നമ്മൾ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടവരാണ് നമ്മൾ. അനുഗ്രഹമായി മാറേണ്ടവരാണ് നമ്മൾ. കരിഞ്ഞുണങ്ങി ഇല്ലാതായി മാറാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. ആർക്കും ഉപയോഗമില്ലാത്ത മരമായി മാറാൻ, ഉണങ്ങിക്കരിഞ്ഞ മരമായി മാറാൻ ആർക്കും ആഗ്രഹമില്ല. പുഷ്ടിയോടുകൂടി വളരാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ സാധിക്കണമെന്നതാണ്. അങ്ങനെയെങ്കിൽ വചനത്തിൽ വിശ്വസിക്കണം. ആറ്റിനരികെ നടപ്പെട്ട വൃക്ഷം പോലെ തഴച്ചു വളരണം. ഇപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നമ്മോട് പറയുന്നുണ്ട്, ജീവിതത്തിൽ നന്മയുള്ളവരായി നീ മാറണം. അതിന് വചനം നിന്റെ ജീവിതമായി മാറണം. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതം വചനാധിഷ്ഠിതമാക്കി മാറ്റുക എന്ന് തന്നെയാണ്. ജീവിതം വചനാധിഷ്ഠിതമാക്കി മാറ്റുക എന്ന് തന്നെയാണ്. ഇതിനൊരു മറുഭാഗം കൂടിയുണ്ട്. ഈ വചനത്തിൽ വിശ്വസിക്കാത്തവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഇതിനൊരു മറുഭാഗം കൂടിയുണ്ട്. അത് വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം നമ്മൾ വായിച്ച 24-ന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വചനത്തിൽ വിശ്വസിക്കാത്തവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കുമെന്നാണ് 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുക. 7-ാം അധ്യായം മത്തായി സുവിശേഷം 7-ാം അധ്യായം 27-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, വചനത്തിൽ വിശ്വസിക്കാത്തവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. ഒരു ചെറിയ വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് വീണുപോയി. ആ ഭവനം, അതിന്റെ തകർച്ച വലുതായിരുന്നുവെന്ന്. തകർക്കാൻ, മറിഞ്ഞു വീഴാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. വചനത്തിൽ ദൃഢതയുള്ളവനായി മാറണമെന്നതാണ്. എങ്ങനെയെങ്കിലും ജീവിച്ച് കടന്നു പോകുന്നതല്ല, മറിച്ച് ജീവിക്കുന്ന കാലത്തോളം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിക്കുക എന്നത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനും നമ്മോട് പറഞ്ഞു വെക്കുക. വചനത്തിൽ ജീവിക്കുക, ദോഷനാകാനല്ല, മറിച്ച് വിവേകമുള്ളവനായി മാറാനാണ് ഈ ലോകത്തിലേക്ക് തമ്പുരാൻ നമ്മെ അയച്ചത്. അതുകൊണ്ട് ദോഷനായി ജീവിക്കുകയല്ല, മറിച്ച് വിവേകികളായി ജീവിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലെ 5-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ലോത്തിനെയും കുടുംബത്തെയും നമ്മൾ കാണുന്നുണ്ട്. 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ദൈവദൂതൻ ലോത്തിനോട് പറയുന്നുണ്ട്, ഈ നഗരം ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. ഈ നഗരം ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. രക്ഷ പ്രാപിക്കണമെങ്കിൽ കുടുംബവുമായിട്ട് മലയോടി കയറുക. കുടുംബവുമായിട്ട് മലയോടി കയറുക. പിന്നെ ഒന്നുകൂടി ദൈവദൂതൻ പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ ലോത്തും കുടുംബവും ഭാര്യയും ഒക്കെ മലയോടി കയറുകയാണ്. ഇടയ്ക്ക് ലോത്തിന്റെ ഭാര്യയ്ക്കൊരു സംശയം, ദൈവം പറഞ്ഞ വചനം സത്യമാണ്, അതോ ദൈവദൂതൻ കള്ളം പറയുന്നതാണോ? വചനത്തിൽ വിശ്വസിക്കായകയാൽ അവൾ തിരിഞ്ഞു നോക്കി
ഉൽപ്പത്തി പുസ്തകം പറയുന്നു, അവൾ ഉപ്പ് തൂണായി മാറി. അവൾ ഉപ്പ് തൂണായി മാറി. ആർക്കും ഉപയോഗമില്ലാത്ത ഉപ്പ് തൂണായി അവൾ മാറി എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വചനത്തെ അവിശ്വസിക്കരുത്. നമ്മള് ദൈവവചനം ആര് വഴി നീ സ്വീകരിക്കുന്നുവോ അതിനെ വിശ്വസിക്കാൻ, ധ്യാനിക്കാൻ, ജീവിതമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കണമെന്നതാണ്. വിശുദ്ധ ഗ്രന്ഥം ജീവനുള്ളതാണ്, ജീവസുറ്റതാണ്. അതിനെ അവിശ്വസിക്കരുത്. അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ, നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ നിനക്ക് സാധിക്കണമെന്നതാണ്. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം, വിശുദ്ധ വചനം, ഗ്രന്ഥം എൻ്റെ ജീവിതമായി മാറണം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ നമ്മുടെ നാട്ടിലേക്ക് വരാൻ, ഇന്ന് ഈ അൾത്താരയിൽ ഓർക്കുവാൻ പ്രചോദനമായ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ, വചനത്തെ എന്റെയും നിന്റെയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്നതാണ്. എന്റെയും നിന്റെയും ജീവിതത്തിന്റെ ഭാഗമായി ഈ വചനം മാറണമെന്നതാണ്. അതുകൊണ്ട് ഈ വചനത്തെ മുറുകെ പിടിക്കണം. വിശുദ്ധ ഗ്രന്ഥം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ഗ്രന്ഥം, വചനം എൻ്റെ ജീവിതത്തെ തുളയ്ക്കണം, എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറണമെന്നതാണ്. അതുകൊണ്ട് ലാളിത്യപൂർണമായ ജീവിതം നയിക്കാം, വചനത്തെ ജീവിതമാക്കി മാറ്റാം. അങ്ങനെയാകുമ്പോൾ ഈ വിശുദ്ധന്റെ ജീവിതവും ഈ വിശുദ്ധന്റെ ചൈതന്യവും നമ്മുടെയും ജീവിതത്തില്, നമ്മുടെയും കുടുംബത്തില് നിറഞ്ഞു നിൽക്കുമെന്നത് തീർച്ച. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മെത്തുശലഹിനെ അറിയോ? മെത്തുശലഹ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കുഞ്ഞുമക്കള്? മെത്തുശലഹ് കേട്ടിട്ടില്ലേ? വചനം വായിക്കാറുണ്ടോ? ബൈബിൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടോ? മെത്തുശലഹിനെ എവിടെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരാണ് മെത്തുശലഹ്? ആരാണ് മെത്തുശലഹ്? എനിക്കറിയാൻ പറയാത്തതാണ്, എന്നെ മടിയായിരിക്കും. എന്താ, ആരാ? ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ഒരാളാണ്. ആരാണ്? എനിക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാം അധ്യായത്തിനെ കുറിച്ചാ പറയണേ. എന്തിനെ കുറിച്ചാ പറയണേ? ഓരോരുത്തരുടെ ജീവിത കാലഘട്ടത്തെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ മെത്തുശലഹിനെ കുറിച്ച് പറയുന്നുണ്ട്. ബൈബിൾ പറയുന്ന അനുസരിച്ച് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച വ്യക്തിയാണ് മെത്തുശലഹ്. എത്ര വർഷമാണ്? എത്ര വർഷം? അറിയാമായിട്ട് നിശബ്ദരായിരിക്കുന്നതോ അതോ അറിഞ്ഞൂടാത്തോണ്ട് നിശബ്ദരായിരിക്കുന്നതോ? അറിയാമായിട്ട് എത്ര വർഷമായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത്. എത്ര? നിങ്ങളെല്ലാവരും ബൈബിളൊക്കെ വായിക്കുന്നവരാണ്, ലോഗോസ് ക്വിസിനൊക്കെ രൂപത സമ്മാനമൊക്കെ വാങ്ങുന്നവരല്ലേ? എത്ര വർഷം മെത്തുശലഹ് ഈ ലോകത്ത് ജീവിച്ചു? ഒന്നും പറയില്ല. 969 വർഷം. 969 വർഷം ഈ ലോകത്ത് ജീവിച്ചു. വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച്, ഗ്രന്ഥം പറയുന്ന അനുസരിച്ച് 969 വർഷം ഈ ലോകത്ത് ജീവിച്ച മെത്തുശലഹിനെ കുറിക്കുവാനായി വചനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒറ്റ വാക്യം മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മെത്തുശലഹിന്റെ കാലഘട്ടം 969 വർഷമായിരുന്നു. അവൻ മരിച്ചു. അടുത്ത ആളുടെ പേരാ പറയണേ.
അപ്പോ ഈ ലോകത്ത് 969 വർഷം ജീവിച്ച മെത്തുശലഹിനെ കുറിക്കുവാനായിട്ട് വചനത്തിൽ ഒറ്റ വാക്യം മാത്രമാണ്. എന്നാൽ വെറും 33 വർഷം മാത്രം ജീവിച്ചവരെ കുറിക്കുവാനായിട്ട് വചനം മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആരെക്കുറിച്ചാ? യേശുവിനെ കുറിച്ച്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കണക്ട് ചെയ്തിരിക്കുന്ന ആരെക്കുറിച്ചാ? യേശുവിനെ. വെറും 33 വർഷം മാത്രം ജീവിച്ചവനെ കുറിക്കുവാനായി വചനം വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പ്രതിപാദിക്കുമ്പോൾ 969 വർഷം ജീവിച്ചവനെ കുറിക്കാൻ വചനത്തിൽ ഒറ്റ വാക്യം മാത്രം. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ എത്ര വർഷം ഈ ലോകത്ത് ജീവിച്ചു എന്നതല്ല, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നതാ. ഇവിടെ 60, 70, 80 വയസ്സുള്ളവരുണ്ട്. വെറും 33 വർഷം മാത്രം ജീവിച്ച ക്രിസ്തു കുരിശിൽ കിടന്ന് വിളിച്ചു പറയുന്നു, എല്ലാം പൂർത്തിയായി. വെറും 33 വർഷം മാത്രം ജീവിച്ചവൻ പറയുന്നു, എല്ലാം പൂർത്തിയായി. ഇവിടെ 60, 70, 80 വയസ്സുള്ളവരുണ്ട്. നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല. ഇവിടെ 33 വർഷം മാത്രം ജീവിച്ചവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. അതുകൊണ്ട് എത്ര വർഷം ഈ ലോകത്ത് ജീവിച്ചു എന്നതല്ല, മറിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നതാ. വെറും 46 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച ഒരു വ്യക്തി ആരാ? 46 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച വ്യക്തി. നമ്മൾ ആരെക്കുറിച്ചാ ചിന്തിക്കണേ, ധ്യാനിക്കണേ? ഫ്രാൻസിസ് സേവ്യർ വെറും 46 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച വ്യക്തിയാ. ഈ വിശുദ്ധനെ ഓർക്കുവാൻ ഒരു അൾത്താര നമുക്കുണ്ട്. ഈ വിശുദ്ധനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും 10 ദിവസം നമ്മൾ ഒരുക്കി. ഓരോ ദിവസവും ഈ വിശുദ്ധനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ വെറും 46 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ ഈ ദിവസം മുഴുവൻ, ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ, അപ്പോൾ എത്ര വർഷം നമ്മൾ ജീവിച്ചു കടന്നു പോകുന്നു എന്നതല്ല, മറിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നതാണ്. എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ സമൂഹത്തിന് എനിക്ക് തന്നെ നന്മയും അനുഗ്രഹവുമായി മാറണമെന്നതാണ്. അതിന് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുക. അതിന് സാധിക്കുമ്പോഴാണ് ഈ തിരുനാൾ അർത്ഥപൂർണമാവുക. ഇല്ലെങ്കിൽ വെറുതെ ആഘോഷവും ശബ്ദവും വെളിച്ചവും ഈ അലങ്കാരവും മാത്രമായി മാറും നമ്മുടെ തിരുനാൾ. അങ്ങനെ ആകരുത്. എൻ്റെ ജീവിതത്തെ സ്പർശിക്കണം. ലാളിത്യപൂർണമായ ജീവിതം ഉണ്ടാകണം. വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാകണം. അവനെ നന്മയായി മാറണം. എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാകണം. ഈ ലോകത്തുനിന്നും കടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മെ ഓർക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ നന്മയുള്ളവരായി മാറാം. ഈ വിശുദ്ധൻ കാണിച്ചു തന്ന വഴികളിലൂടെ നടക്കാം. ഈ വിശുദ്ധന്റെ പുണ്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം. എത്ര വർഷം ജീവിച്ചു എന്നല്ല, എങ്ങനെ ദൈവത്തിനും സഭയ്ക്കും സഹോദരങ്ങൾക്കും കുടുംബത്തിനും ഈ ദേശത്തിനും അനുഗ്രഹമായി ജീവിച്ചു എന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിനെയും മറ്റെല്ലാ സഭാപാലകരെയും സന്ധ്യാവന്ദനത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്ത റവറൻ ഫാദർ രാഹുലിനെയും ഇടവ വികാരി സ്നേഹബഹുമാനമുള്ള സെൽവരാജൻ അച്ഛനെയും സഹവികാരി അനുരാജ് അച്ഛനെയും ഇടവകയിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്നു. ഇവരുടെ കർത്തവ്യങ്ങൾ കൃത്യതയോടെ പൂർത്തീകരിക്കാൻ വേണ്ട ആത്മീയ ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തലവന്മാരെയും പൊതുപ്രവർത്തകരെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അധികാരം അത്യുന്നതങ്ങളിൽ നിന്നാണ് നൽകപ്പെട്ടത് എന്ന ബോധ്യത്തോടെ ഈ ലോകത്തെ സ്നേഹവും സമാധാനവും നിറഞ്ഞതായി മാറ്റുവാനുള്ള കൃപാവരം ലോകത്തിലെ എല്ലാ നേതാക്കൾക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യുവജനങ്ങളെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ദാനമായി ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ ജ്വലിപ്പിച്ച് സഭയ്ക്കും സമൂഹത്തിനും വെളിച്ചം വീശുന്നതിനും ഈ ലോകത്തിലെ ദുർമാർഗങ്ങൾ ഒഴിവാക്കി അങ്ങേ മഹത്വം ലക്ഷ്യം വച്ച് മുന്നേറുന്ന യുവജനങ്ങളായി വാർത്ത
വാർത്തെടുക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. വത്സലദാത, ദൈവജനത്തിൽ നിന്ന് ദൈവജനത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ പുരോഹിതർ. അങ്ങേ മഹത്വം ലക്ഷ്യം വച്ച് അങ്ങയുടെ വിളഭൂമിയിൽ വേല ചെയ്യുവാനായി ഇനിയും ധാരാളം പൗരോഹിത്യ സന്യസ്ത ദൈവവിളികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനുള്ള കൃപാവരം നൽകി ഞങ്ങളെ നയിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ പിതാവേ, രോഗം, വാർദ്ധക്യം, ഏകാന്തത, ദാരിദ്ര്യം, കാരാഗ്രഹവാസം എന്നിവയാൽ വിഷമിക്കുന്ന എല്ലാവരെയും കരുണപൂർവ്വം കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതാവസ്ഥകൾ ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്താനുള്ള സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ഇഹലോക ജീവിതം ദൈവിക മഹത്വം വെളിപ്പെടുത്തുവാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. കരുണാവതിയായ പിതാവേ, എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. നസ്രത്തിലെ തിരുകുടുംബം പോലെ സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞ ഉത്തമ കുടുംബങ്ങളായി മാറ്റി ഞങ്ങളെ അനുദിനം നയിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. സർവത്തിൻ്റെയും നിയന്താവായ കർത്താവേ, മരണം സ്വർഗത്തിലേക്കുള്ള ജനനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് അങ്ങയിലേക്ക് വിളിക്കപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിൽ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരെയും സന്യസ്തരെയും വിശ്വാസികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അയോഗ്യതകൾ ഒന്നും പരിഗണിക്കാതെ അങ്ങേ തിരുമുഖം ദർശിക്കുവാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോകും നിന്നുള്ള ആയിരം ആയിടണം. അന്നു വേണ്ടുന്നോരാഹാരവിന്ദം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു കാത്തിടണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേറിയ അവാച്യമായ കാരുണ്യത്താൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ക്രിസ്തുവിന്റെ അളവറ്റ സമ്പന്നതയുടെ സുവിശേഷം പ്രഘോഷിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്താൽ അങ്ങേ ജ്ഞാനത്തിൽ വളരാനും എല്ലാ സത്പ്രവൃത്തികളും ഫലമണിയിച്ചുകൊണ്ട് സുവിശേഷമനുസരിച്ച് അങ്ങേ തിരുമുമ്പിൽ വിശ്വസ്തയോടെ ചരിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
തിരുക്കുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ ഇന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളവേ. നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും അനുസരണമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ്റെ ഉറവിടമാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകത്തിരുനാളിന് ഏറ്റവും അടുത്ത ഒരുക്കമായി ഈ ഒരു സന്ധ്യാപ്രാർത്ഥന നമ്മൾ ഇന്ന് കർത്താവിന് സമർപ്പിച്ചു. സാഘോഷമായ ഈ ഒരു സന്ധ്യാവന്ദന പ്രാർത്ഥനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും വചനം പ്രഘോഷിച്ച് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തത് നമുക്കേവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട രാഹുൽ ബി ആൻഡോ അച്ഛനാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ രൂപതയിൽ സാമൂഹ്യ ശുശ്രൂഷ സമിതി ഡയറക്ടർ എന്ന രീതിയിൽ അതിശക്തമായ നേതൃത്വം രൂപതയ്ക്ക് നൽകുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ ഓരോ കൊച്ച് ഇടവകളിലെയും അതുപോലെ തന്നെ ഓരോ സമൂഹത്തിലെയും സാമൂഹ്യ പ്രവർത്തന മേഖലയ്ക്ക് അതിലെ വിവിധ കമ്മീഷനുകൾക്ക് നേതൃത്വം നൽകി ക്രെഡിറ്റ് യൂണിയൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചിട്ടയായിട്ട് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട രാഹുൽ അച്ഛൻ. അച്ഛൻ ഏതാവശ്യത്തിന് നമ്മൾ വിളിച്ചാൽ നമ്മെ വളരെ സ്നേഹത്തോടെ സഹായിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് നെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ അച്ഛൻ നമുക്ക് വേണ്ടി ചെയ്തു. ഒത്തിരിയേറെ കത്തിടപാടുകൾ അച്ഛൻ ബാങ്കുകളുമായിട്ട് നടത്തി ഈയിടയ്ക്കാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഓരോ ആവശ്യങ്ങൾ അറിയിക്കുമ്പോഴും
വലിയ താല്പര്യത്തോടുകൂടെ അദ്ദേഹം ആ കാര്യങ്ങൾക്ക് ക്രിയാത്മകമായി പ്രതികരിക്കുകയും സഹായിക്കുകയും ചെയ്തു. നമ്മുടെ രൂപതയിലെ അശരണരായ പാവപ്പെട്ടവരായ വ്യക്തികൾക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും അതിലൂടെ ക്രിസ്തു വിഭാവന ചെയ്ത ദൈവരാജ്യ നിർമ്മിതിക്ക് വേണ്ടി തനിക്ക് സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ ചെയ്തു വരുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ അടുത്ത ഇടവകയായ ഓലത്താന്നി ഇടവകയുടെ വികാരിയാണത് ബഹുമാനപ്പെട്ട അച്ഛൻ. ആ ഇടവകയുടെ പ്രവർത്തനങ്ങളും വളരെ സജീവമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടുത്തെ എല്ലാ ശുശ്രൂഷ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ വളരെ ശക്തമായ നേതൃത്വമാണ് നൽകുന്നത്. ഇന്ന് നമുക്ക് അതിമനോഹരമായ ഒരു വചന സന്ദേശമാണ് അച്ഛൻ നൽകിയത്. നമ്മുടെ വിശുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള സന്ദേശം അദ്ദേഹം നമുക്ക് പകർന്നത്. സന്ധ്യാവന്ദന പ്രാർത്ഥന നമ്മുടെ ഇടവകളിൽ വർഷത്തിലൊരിക്കലൊക്കെ നമ്മൾ ആഘോഷമായിട്ട് നടത്തുന്ന ഒന്നാണ്. എത്ര മനോഹരമായിട്ടാണ് അച്ഛൻ അത് നമുക്ക് വേണ്ടി ഇന്ന് നേതൃത്വം നൽകി നമ്മെ എല്ലാവരെയും പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിച്ചത്. പ്രിയ ബഹുമാനപ്പെട്ട രാഘുലച്ച, ഈ ഇടവ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ അച്ഛന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാവന്ദന പ്രാർത്ഥനയ്ക്കും ഇന്നത്തെ പ്രഭാത ബലിക്കുമെല്ലാം ക്രമീകരണങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഉർസുലേനിലെ അസോസിയേഷനിലെ അംഗങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മയിലെയും ലീജൺ ഓഫ് മേരിയിലെയും സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയിലെയും പ്രിയപ്പെട്ട അംഗങ്ങളാണ്. വളരെ മനോഹരമായി ത്യാഗപൂർണമായി ഈ ദിനത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച അവർക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ തിരുസ്വരൂപ പ്രദക്ഷിണത്തിനായിട്ട് പോകും. അതിൻ്റെ ക്രമം ഞാൻ പിന്നീട് പറയാം. അതിന് മുൻപായിട്ട് നാളത്തെ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. നാളെ രാവിലെ 7:45 ആണ് ബൈബിൾ പാരായണം, 8:15 ജപമാല, കൃത്യം 9 മണിക്ക് തന്നെ നമ്മൾ സാഘോഷമായ സമൂഹ ദിവ്യബലി ആരംഭിക്കും. നമ്മൾ എല്ലാ വർഷവും ഉള്ളതുപോലെ ലേറ്റായിട്ടല്ല, വളരെ നേരത്തെയാണ്. 9 മണിക്ക് തന്നെ നമ്മൾ ദിവ്യബലി ആരംഭിക്കും എന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. നാളെ ലത്തീൻ കത്തോലിക്ക സമുദായ ദിനമായിട്ട് ആചരിക്കുന്ന ദിനമാണ്. രാവിലെ 8 മണിക്ക് പതാക ഉയർത്തുകയും സമുദായ ദിനാചരണം നമ്മൾ നടത്തുകയും ചെയ്യും. അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. തിരുനാളിൻ്റെ 8ാം ദിനമായ ഇന്നലെ പട്ടിക്കാല മലൻസിക് യൂണിറ്റുകളാണ് ഇന്നലത്തെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത്. കാണിക്ക 4472 രൂപ, ലേലം, കാഴ്ചവയ്പ് എന്നിവ 25,105 രൂപ. അവർക്കെല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, തിരുസ്വരൂപ പ്രദക്ഷിണം പഴയകട പുത്തൻകട നാഷണൽ ഹൈവേ സർവീസ് റോഡ് വഴി ദേവാലയത്തിൽ എത്തിച്ചേരുന്നതാണ്. എല്ലാവരും ഭക്തിയോടുകൂടെ പങ്കുചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും മുന്നിലായിട്ട് ബാൻഡ് ട്രൂപ്പ്, അത് കഴിഞ്ഞ് ലൈറ്റ് വാഹനങ്ങൾ ആവശ്യമനുസരിച്ച് ലൈറ്റുകളുള്ള വാഹനങ്ങൾ ക്രമീകരിക്കുന്നതാണ്. കുരിശ് വാഹകൻ, കത്തിച്ച തിരിപിടിച്ച പ്രധാന ബാലകർ,
അതിനുശേഷം മാലാഖവേഷമിട്ട കുഞ്ഞുമക്കൾ, വിശുദ്ധൻ്റെ ചിത്രം വഹിക്കുന്ന കുട്ടികൾ, അതുപോലെ 18 ലീഡേഴ്സ് പേപ്പൽ പതാകയും വഹിച്ചു പോകുന്നു. പിന്നെ മുത്തുക്കുട വഹിക്കുന്നവർ കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ. അതിനിടയ്ക്ക് ഫ്ലോട്ടുകൾ അതിനിടയ്ക്കായിട്ട് കൃത്യമായിട്ട് ക്രമീകരിക്കുന്നതാണ്. ഏറ്റവും പുറകിലായിട്ട് ഇടവക മധ്യസ്ഥൻ്റെ ഫ്ലോട്ട് കടന്നു പോകുന്നു. ആ ഫ്ലോട്ടിന് പിന്നിലായിട്ട് ആരും തന്നെ കൂട്ടം കൂടി പോകാനായിട്ട് പാടുള്ളതല്ല. അതിന് പിന്നിലായിട്ട് ഒരു വൈദികനുണ്ടാകും. അതുപോലെ തന്നെ പോലീസ് സേനയിലെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും. അവർ കൃത്യമായിട്ട് നമ്മൾ വഴിയിൽ യാത്രയ്ക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വോളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നൽകപ്പെടുമ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരും തന്നെ അവസാനം നീങ്ങുന്ന ഫ്ലോട്ടിൻ്റെ ബാക്കിലായിട്ട് കടന്നു പോകാൻ പാടുള്ളതല്ല. എല്ലാവരും വ്യക്തിപരസ്പരമായിട്ട് വിശുദ്ധൻ്റെ ഫ്ലോട്ടിന് മുന്നിലായിട്ട് പോകണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ജപമാല പ്രാർത്ഥന എല്ലാവർക്കും ചൊല്ലുന്നതിന് സഹായമായിട്ടുള്ള 3 വാഹനങ്ങൾ, അതിൽ ജപമാല പ്രാർത്ഥന റെക്കോർഡ് ചെയ്ത് നമുക്ക് സഹായകമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ചേർന്ന് പ്രാർത്ഥിച്ച് തിരികൾ തെളിച്ച് എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും പ്രാർത്ഥനാപൂർവം ഈ ഒരു ഭക്തകർമ്മത്തിൽ പങ്കുചേരണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. Visu